ദൈവത്തിന്റെ ധന്യത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ അന്നേ പറഞ്ഞതാ, രാഷ്ട്രീയക്കാരെ സഭകളിൽ കയറ്റരുത്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയരുടെ ഇടയിൽ നടക്കുന്ന, വേണമെങ്കിൽ പറയാം, ഒരു വഷളത്വത്തെ കുറിച്ചാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചിത്രീകരിക്കുന്നത്. അത്രമാത്രം സഭകൾ അധപ്പതിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. ഈ ഒരു സന്ദേശം ഒരു വിമർശനത്തിനോ ഇത് ശരിയാണ് അത് ശരിയാണെന്ന് പറയുവാനുള്ളതല്ല, മറിച്ച് നമുക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുവാനും ഉള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിടയിൽ എവിടെയോ എന്തോ ഒന്ന് സംഭവിച്ചു പോയി. അതിനോട് അനുബന്ധിച്ചാണ് പല സഭകളിലും ഇന്ന് നടക്കുന്ന ഈ പ്രതിസന്ധികൾ എന്ന കാര്യം ദൈവമക്കൾ മറക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് കാരണം എന്താണ് കർത്താവേ എന്ന് എൻ്റെ ഹൃദയത്തിൽ ചില ദിവസങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയിലും എൻ്റെ ചിന്തകളിലും ഞാൻ കടത്തി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ചെറിയ സന്ദേശം, അത് നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി, നമ്മുടെ ആരാധനകൾക്ക് വേണ്ടി, നമ്മുടെ സഭാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായി യഹസ്കേലിനെ പോലെ, ഇരമ്യാവിനെ പോലെ, ദാനിയേലിനെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിന് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഹിസ്കിയാവിനോട് തലക്കനമുള്ള യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചനാത്മാവിൽ ഒരു ദൂത് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങളെല്ലാം നീ ക്രമത്തിലാക്കണം, നീ മരിക്കാൻ പോകുകയാണ്. ആ പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞാൽ പറഞ്ഞതാ, തെറ്റുകയില്ല. പക്ഷേ ഈ പ്രവചനം യെശയ്യാവ് പടിമുറ്റത്ത് എത്തുന്നതിന് മുമ്പ് യഹോവയായ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, തിരിച്ചു ചെന്ന് പറ, നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടിരിക്കുന്നു, 15 സംവത്സരം നിന്റെ ആയുസ്സിനെ ഞാൻ നീട്ടി തന്നിരിക്കുന്നു. കാരണം ഹിസ്കിയാവിനൊരു മാരകമായ രോഗം പിടിപെടുവാനിടയായി. അത് അടുത്തുള്ള എല്ലാ അയൽ രാജ്യങ്ങളും രാജാക്കന്മാരും അതറിഞ്ഞു. ഹിസ്കിയാവിന് കൊടുത്ത സൗഖ്യം അറിഞ്ഞ് നാട്ടുരാജാക്കന്മാരൊക്കെ വന്നു സമ്മാനങ്ങൾ കൊടുത്തു. അതിൻ്റെ കൂടെ അന്നത്തെ കാലഘട്ടത്ത് ഉരുക്കുമുഷ്ടി കൊണ്ട് ഉരകം ചമച്ച ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അധിപന്മാരും കൂടെ ഇവിടെ കടന്നു വന്നു. ഹിസ്കിയാവിന് ഭയങ്കരമായ സന്തോഷമായി. സകലതും മറന്ന് പുള്ളി ദേവാലയം കാണിച്ചു കൊടുത്തു, ദേവാലയത്തിനകത്തിരിക്കുന്ന വസ്തുക്കൾ കാണിച്ചു കൊടുത്തു, ദൈവത്തിന്റെ പൊൻപാത്രങ്ങളെ കാണിച്ചു കൊടുത്തു. സന്തോഷത്തോടുകൂടെ വന്നവർ തിരിച്ചുപോയി. അവിടെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ കാലങ്ങൾ, നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചില രാജാക്കന്മാർ ബാബിലോണിൽ നിന്ന് വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇവിടെയുള്ള നല്ല ചെറുപ്പക്കാരെ മാത്രമല്ല ദേവാലയത്തിനകത്തിരുന്ന പൊൻപാത്രങ്ങളൊക്കെയും എടുത്തുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്തും സംഭവിച്ചിരിക്കുന്നത്. ഒരു സമയത്ത് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി ത്യാഗം സഹിച്ച അനേക പ്രസ്ഥാനങ്ങളുടെ ആരംഭങ്ങൾ നമുക്കറിയാം. നമ്മുടെ പിതാക്കന്മാർ കിലോമീറ്ററോളം നടന്നും ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെയും ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും ജാതികളിൽ നിന്നും അവർ വിട്ടുവന്ന സമുദായത്തിൽ നിന്നും ഒത്തിരി പീഡനകൾ സഹിച്ചാണ് അവർ പ്രാർത്ഥനയിൽ പണിഞ്ഞെടുത്ത ഇന്ന് കാണുന്ന വൻ പ്രസ്ഥാനങ്ങൾ. എന്നാൽ അതിനുശേഷമുള്ള വന്ന തലമുറകൾക്ക് എന്തോ ഒന്ന് പറ്റി. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത ഞാൻ പകരുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്താണ് സംഭവം കർത്താവേ? ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചെറിയൊരു സന്ദേശം, അതൊരു പക്ഷെ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല. ഉൾക്കൊള്ളുന്നവർ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം,
അരുതാത്തതൊന്നും നമ്മുടെ വീടുകളിലോ നമ്മുടെ സഭകളിലോ നമ്മുടെ ഭവനങ്ങളിലോ കയറ്റാതിരിക്കാൻ നിങ്ങളും ശ്രമിക്കുക. ഇല്ല എങ്കിൽ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തലമുറകളെയും പിശാച് ഇതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ആമേൻ. ഹിസ്കിയാവ് കാണിച്ച ഒറ്റ തെറ്റ് കാരണമാണ് പിന്നത്തേതിൽ ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങൾ പോലും അപഹരിച്ചു കൊണ്ടുപോകാനിടയായത്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഇന്നത്തെ ഈ പ്രസ്ഥാനങ്ങളിൽ സംഭവിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലും കൺവെൻഷനുകളിലും പ്രത്യേകമായ കൂട്ടായ്മകളിലും വിശിഷ്ട അതിഥികളായി സ്വീകരിച്ച് വിശുദ്ധന്മാർ ഇരിക്കേണ്ട കസേരകളിൽ അവരെ ഇരുത്തി അവർക്ക് കൊടുക്കേണ്ട പ്രധാന സ്ഥാനം കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് എന്തെന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാർ നമ്മുടെ വേദികളിൽ കയറണമായിരുന്നോ? നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ അവർക്ക് നമ്മൾ സീറ്റ് കൊടുക്കണമായിരുന്നോ? ഒരിക്കലും അത് പാടില്ല. കാരണം ബാബിലോണിൽ നിന്നും ഹിസ്കിയാവിനെ തേടി വന്നു, സമ്മാനങ്ങൾ കൊടുത്ത് നിനക്ക് പോകാം. അതൊരു യാദർച്ഛികമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഈ ഹിസ്കിയാവ് ചെയ്തത് ഇവരെ ദേവാലയത്തിനകത്ത് കയറ്റുവാൻ ഇവർക്ക് എന്ത് അധികാരം? നമുക്കറിയാം, നമ്മളൊരു രാഷ്ട്രത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. ഭരണാധികാരികൾ നമുക്കുണ്ട്. നമ്മളെ ഭരിക്കുന്നവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ മാനിക്കണം, അവരെ കരുതണം. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. എന്നാൽ ദേവാലയത്തിനകത്തേക്ക്, വിശുദ്ധ സ്ഥലത്തേക്ക് അവരെ കൊണ്ടിരുത്തി പ്രതിഷ്ഠിക്കുന്നത് ദൈവവചന വിരുദ്ധമാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു അനാത്മീയനെ ദൈവസഭയ്ക്കകത്ത് കയറ്റിയാൽ അവനിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരം ദൈവസഭകൾക്കകത്ത് കയറും. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉള്ളിലിരിക്കുന്ന ഒന്നാമത്തെ പൈശാചിക വ്യാപാരം എന്ന് പറയുന്ന കലക്കമാണ്. ദൈവസഭ, യേശു പണിഞ്ഞെടുക്കുന്ന ദൈവസഭകൾ ഐക്യതയുടെ ആത്മാവിനാലാണ് സഭകൾ വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കണം, ഭിന്നിപ്പിച്ചാണ് അവരുടെ പ്രസ്ഥാനങ്ങൾ വളരുന്നത്. അപ്പോൾ നമ്മുടെ ദൈവസഭകളിൽ അവർ വിതച്ചിട്ട വിത്താണ് ഈ തലമുറകളിൽ ദൈവസഭകളിൽ ഭിന്നതകളും പ്രശ്നങ്ങളും അടിപിടി അക്രമങ്ങളും ജാതീയമായ ചിന്തകളും ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് സംഭവിച്ചു? എങ്ങനെ വന്നു? തെറ്റ് മറ്റാരുടെയും തെറ്റല്ല, നമ്മൾ വിളിച്ചു വരുത്തി വെച്ച ഓരോ കഷ്ടങ്ങളാണ്. നമുക്ക് എത്രയോ വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവപുരുഷന്മാരുണ്ട്. അവർ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠന്മാരല്ല, പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അവർ ശ്രേഷ്ഠന്മാരാണ്. അവർ ഇരിക്കേണ്ട കസേരകളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും മതാചാര്യന്മാരെയും പിടിച്ചിരുത്തി അവരിൽ കേൾക്കുന്ന രണ്ട് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ജഡത്തിനുണ്ടാകുന്ന സന്തോഷത്തിന് വേണ്ടിയും അല്പ നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ സഭയോട് ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ നാം ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിളിച്ചു വരുത്തി വെക്കുന്ന വെനകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വൈരാഗ്യം ദൈവസഭകൾക്ക് കയറി. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടക്കുന്ന ജാതീയ പ്രവണത ദൈവസഭകൾക്ക് കയറി. ഇനി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടക്കുന്ന ഭിന്നതകളും കലക്കങ്ങളും സഭയ്ക്കകത്ത് കയറി. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടക്കുന്ന അക്രമങ്ങൾ സഭയ്ക്കകത്ത് കയറി. കഴിഞ്ഞ ദിവസവും ഒരു വലിയ സംഘടനയിൽ താക്കോൽ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറിയ സംഭവങ്ങൾ ഞാനല്ല പറയുന്നത്, റിപ്പോർട്ടും അതുപോലെ തന്നെ കൈരളി ചാനലും ഇവരൊക്കെ സംപ്രേഷണം ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. എത്ര നാണക്കേടായിരിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ പ്രിയമുള്ള ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ആത്മീയ ലോകത്ത് അനാത്മീയനെ കയറ്റിയാൽ
അവൻ പ്രസംഗിക്കുന്ന പ്രസംഗം, അവൻ നമ്മൾ സഭയിൽ വിളിച്ചു വരുത്തുമ്പോൾ അവൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ബൈബിൾ എടുത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കി പഠിച്ചിട്ടാണ് നമ്മുടെ സ്റ്റേജിൽ വന്ന് 1-ാം തരം കൺവെൻഷൻ പ്രസംഗം പ്രസംഗിക്കുന്നു. ഇത് കേട്ടിട്ട് ഉപദേശിമാരുടെ കയ്യടി, കരമുയർത്തി ഹല്ലേലൂയ പറച്ചിൽ, എന്തോ ഒരു സന്തോഷം അല്ലേ പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും അറിയാതെയാണ് പല വിഷയങ്ങളും നമ്മുടെ സഭകൾക്കകത്ത് കയറിയത്. നോക്കുക, ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ദൈവം എന്തിനാണ് തന്നത്? അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതത്തിലുള്ള അക്രൈസ്തവരെ, ദൈവം ആരെന്നറിയാത്തവരെ ദൈവം ആരെന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനങ്ങൾ ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. ഇതിനെ തകർത്ത് കളയുവാൻ പിശാചിടുന്ന പദ്ധതികളാണ് ഇതൊക്കെ. നമ്മുടെ സഭകളിലോ നമ്മുടെ പ്രസ്ഥാനങ്ങളിലോ ഒരു പിശാചിനും നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഇരമ്യ ഉണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേൽ ഉണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു ഹസ്തിയേൽ ഉണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു പൗലൂസ് ഉണ്ടായിരിക്കും. നിശ്ചയമായും ഒരാളവിടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പിശാചിനകത്ത് കടക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവഹിതമില്ലാത്തവരെ, അനാത്മീയനെ നമ്മുടെ ദൈവസഭകളിൽ പ്രധാന സ്ഥാനം കൊടുത്തപ്പോൾ നമ്മുടെ സഭകൾ തകരാൻ തുടങ്ങി. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, പ്രിയ സംഘടനാ നേതാക്കന്മാരെ, നിങ്ങളോട് ഒരു വിമർശന ബുദ്ധിയോടുകൂടെ അല്ല ഞാനിത് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം എന്ന ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ മത ആചാര്യന്മാരെ നമ്മുടെ സഭകളിലോ നമ്മുടെ പ്രസ്ഥാനങ്ങളിലോ നമ്മുടെ പ്രാർത്ഥന മീറ്റിംഗിൽ വിശുദ്ധന്മാരിരിക്കേണ്ട സ്ഥലത്തോ അവർക്ക് പ്രധാന പീഠം ഇട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. കൊടുത്തു കഴിഞ്ഞാൽ സാത്താന് നിങ്ങൾ ഇടം കൊടുത്തതിന് തുല്യമാണ് എന്ന കാര്യം ഇന്ന് ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ നമുക്ക് പറ്റിയ അബദ്ധം, ഈ രാഷ്ട്രീയക്കാർ അകത്ത് കയറിയപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങളിൽ സഭ വല്ലാത്ത രീതിയിൽ കൊലച്ചിൽ സംഭവിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, മിഷണറിമാർ ഇഷ്ടംപോലെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒറീസയിലും ആസാമിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് മിഷണറിമാർ ആഹാരം കഴിക്കുവാനില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, കേറിക്ക് ഇടമില്ല, വല്ലാത്ത അവസ്ഥയിൽ അവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ നമുക്കറിയാം, മിഷണറിമാർക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിർദ്ധരായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പല ഇടങ്ങളിൽ നിന്നും കിട്ടുന്ന ഫണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കിട്ടുമ്പോൾ ഈ തലപ്പത്തിരിക്കുന്നവർ പലരും അതിനെ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി. ഇത് ദൈവസഭയ്ക്കകത്ത് രണ്ടാമതായി കയറി വന്ന ഏറ്റവും വലിയ തകർച്ചയാണ്. ഹല്ലേലൂയ. നോക്കുക, മൂന്നാമതായി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടക്കുന്ന ഇലക്ഷൻ നമ്മുടെ ദൈവസഭകളിൽ വെളിപ്പെടാൻ തുടങ്ങി. ഇലക്ഷൻ തെറ്റോ ശരിയോ എന്ന് ഞാനിവിടെ പറയുന്നില്ല. ഒരു വിശുദ്ധനെ മേൽസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് ആക്കുക, അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. പക്ഷേ ഇന്ന് രാഷ്ട്രീയക്കാർ കളിക്കുന്നത് പോലെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നമ്മുടെ നിയമസഭ തെരഞ്ഞെടുപ്പ്, നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ മാതൃകയിൽ പോലീസിന്റെ കാവലോടുകൂടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ലോകത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ പിന്നിലെല്ലാം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ സഭകളിൽ വന്ന് വിതച്ച വിത്തിന്റെ ഫലങ്ങളാണെന്ന് ദൈവമക്കൾ മറക്കാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ദുരാചാരങ്ങൾക്ക് ഇതിനൊരു അറുതി വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സഭകൾ, നമ്മുടെ ദൈവദാസന്മാരെ ഈ ഭാരതത്തിന്റെ ഒരു ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3, ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ ഇടയിൽ കയറി വന്നപ്പോൾ നാലാമതായി ഒരു വിത്ത് വിതച്ചു. ആ വിത്ത് എന്തെന്നറിയണ്ടേ? ജാതീയമായ വിത്ത് വിതയ്ക്കുന്ന ജാതീയമായ ചിന്തകളാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കിയാലും ഓരോ സംഘടനയ്ക്കും ഇന്ന ഗ്രൂപ്പിന് എന്റെ പേര് പറഞ്ഞ് അവരുടെ ഒരു നേതാവ്,
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയ ലോകത്തും അങ്ങനെയല്ലേ? ഇന്നും ജാതീയ ചിന്ത പറഞ്ഞ് സഭകൾ, വിഭാഗങ്ങൾ, സെന്ററുകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ഉണ്ടായിരുന്നോ? ദൈവവചനത്തിന് അതിനകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ? ഇല്ല. ഇതെവിടെ നിന്നാ വന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാർ ദൈവസഭയിൽ നമ്മൾ കൊടുത്ത സ്ഥാനം അലങ്കരിക്കാൻ വന്നപ്പോൾ അവരുടെ മേൽ വ്യാപരിച്ച ഇരുട്ടിന്റെ ശക്തി ദൈവസഭയിൽ പകർന്നതാണ്. ഇത് നാം തിരിച്ചറിയുക. ഇനി അഞ്ചാമതായി, എവിടെന്ന് ഈ അക്രമങ്ങൾ ഉണ്ടായത്? ദൈവസഭ ആക്രമിക്കപ്പെടുന്നവരാണോ? ആക്രമണം ഏറ്റവരാണ് ദൈവസഭ. നമ്മുടെ പിതാക്കന്മാരെ കൈവെട്ടി, കാലുവെട്ടി, കണ്ണ് ചൂന്നെടുത്തു, അവരെ ഒത്തിരി തല്ലി. നമ്മുടെ പിതാക്കന്മാരെയും മാതാക്കളെയും ചുട്ടുകൊന്നിട്ടുണ്ട്, അവിടെ തല്ലിക്കൊന്നിട്ടുവരുണ്ട്. പക്ഷേ അങ്ങനെ ജാതികളിൽ നിന്നും അക്രമം ഏറ്റവരാണ് നമ്മുടെ ആത്മീയ ലോകം. എന്നാൽ ഇന്ന് നോക്കുക, പരസ്പരം ആത്മീയർ തന്നെ, നേതാക്കന്മാർ തന്നെ പരസ്പരം തല്ലുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇത് ഏത് സ്പിരിറ്റാണ്? നമ്മൾ വിളിച്ചു വരുത്തിയ രാഷ്ട്രീയക്കാരന്റെ മേൽ പകർന്ന, അവരുടെ മേൽ നിൽക്കുന്ന ആ സ്പിരിറ്റാണ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ നേതാക്കന്മാരെ, നിങ്ങൾ എത്ര പേര് ഈ സന്ദേശം കേൾക്കുമെന്ന് അറിയത്തില്ല, അതിനുള്ള സമയം നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷെ ഈ സന്ദേശം ഒരു നിമിഷമെങ്കിലും കേട്ടിട്ട് ദൈവത്തോട് ഏറ്റുപറയണം, ഇനിയും സമയമായി. നമ്മൾ പരസ്പരം കടികൂടി, അല്ലെങ്കിൽ പരസ്പരം ഒരു എല്ലിനു വേണ്ടി പട്ടികൾ തമ്മിൽ കടികൂടുന്നത് പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കാൻ, ഒരു പ്രസിഡന്റ് ആകാൻ, ഒരു സെക്രട്ടറി ആകാൻ, ഒരു ട്രഷറർ ആകുവാൻ, ഒരു കൗൺസിലർ ആകുവാൻ നമ്മൾ കാണിക്കുന്ന ഈ വെപ്രാളങ്ങൾ എവിടത്തേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നിൽക്കാം. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടവരാണ്. അതല്ലേ ഈ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത്? പരസ്പരം ദാണ്ടെ തല്ലുന്നത്, ഒരാൾ മുകളിൽ നിന്ന് നോക്കുന്നു, അദ്ദേഹം വിഷയം ഉടൻ മാറ്റി അദ്ദേഹം ക്യാമറയാക്കി മാറ്റുവാനിടയായി. എത്ര മോശമായ ഒരു കാര്യമാണ്. എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, ഈ പ്രസ്ഥാനത്തിൽ തലപ്പത്തിരിക്കുന്നവരെ, നിങ്ങൾ കാണിച്ച ഈ വിഷയം എത്രയോ വിശ്വാസികൾ ഇന്ന് പിന്മാറ്റത്തിൽ പോയി. എത്രയോ പേർ മനസ്സിൽ തീരുമാനമെടുത്തു, ഇനി ഒരു ചർച്ചിനും പോകുന്നില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. ഇത് കണ്ടിട്ട് എത്രയോ പേർ യേശുവിൽ നിന്നും അകന്നുപോയി. എത്രയോ പേർ ദൈവദാസന്മാരെ അപമാനിക്കാൻ തുടങ്ങി. ഇത് ആര് കാരണമാണ്? ഇത് നമ്മൾ കാരണമല്ലേ? എന്റെ പ്രിയമുള്ളവരെ, സമയം തീർന്നു പോയിട്ടില്ല. നമുക്ക് ഏറ്റു പറയണം, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ദൈവസഭ ഭാരതത്തിൽ പണിയപ്പെടണം. പിശാചിന്റെ കുതന്ത്രമാണ്, പ്രത്യേകിച്ച് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേകമായ സ്പിരിറ്റാണ് സഭകളെ ചിതറിപ്പിക്കുക, സഭകളെ തകർക്കുക. നമ്മൾ അതിനോട് കൂട്ടുനിൽക്കാതെ, രാഷ്ട്രീയക്കാരെ സഭയ്ക്കകത്ത് കയറ്റാതെ, അവർക്ക് ആരാധനയ്ക്ക് വന്നിരുന്നോട്ടെ, പാടാൻ പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ പോലെ ഇരുന്നോട്ടെ. പക്ഷെ യാഗപീഠത്തിലോ വിശുദ്ധന്മാരിരിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ ഇരിക്കുവാൻ അനുവാദം കൊടുക്കരുത്. അതിന് നമ്മുടെ TPM-കാരെ, പിതാക്കന്മാരെ സമ്മതിക്കണം. അവരെ പ്രശംസനീയമായി അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. എത്ര ഉന്നതൻ വന്നാലും വിശുദ്ധന്മാർ ഇരിക്കുന്ന ഇടത്ത് അവരെ കയറ്റി ഒരു വാക്ക് പറയാൻ അവർ അനുവാദം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു തലമുറ നമ്മുടെ ഭാരതത്തിനകത്തുണ്ട്. എൻ്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, പ്രിയ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഇത് രാഷ്ട്രീയമല്ല. ദൈവസഭ നിത്യതയ്ക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ഇടമാണ് ദൈവസഭ. അതിനൊത്തവണ്ണം സൂക്ഷ്മതയോടും, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടും വിവേകമുള്ളവരായിട്ടും വിശുദ്ധന്മാരുമായിട്ട് ജീവിക്കുവാൻ ദൈവം ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറയുന്നു, അന്നേ ഞങ്ങൾ പറഞ്ഞത്, ഈ രാഷ്ട്രീയക്കാരെ നിങ്ങളുടെ വേദികൾ കയറ്റരുത്. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ചേരാം. ചെറിയ പ്രസ്ഥാനക്കാരോടും വലിയ പ്രസ്ഥാനക്കാരോടും, ചെറിയ കൺവെൻഷൻ നടത്തുന്നവരോടും വലിയ കൺവെൻഷൻ നടത്തുന്നവരോടും ഞാൻ പറയുന്നു, ഒരു MLA-യോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റെയോ ഒരു മന്ത്രിയെയോ ഒരു ഗവർണറെയോ നമ്മുടെ വേദിയിൽ ഇരുത്തരുത്. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാലും ചിലർ പറയും, അയ്യോ സുവിശേഷ വിരോധികൾ തല്ലും കൊല്ലും എറിയും നടത്താൻ സമ്മതിക്കില്ല. ദൈവം
അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തിന്റെ ദൂതൻ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധികൾ വന്നാൽ മാത്രമേ ഒരാൾ തല്ലട്ടെ, ഒരാൾ കൊല്ലട്ടെ, ഒരാൾ എറിയാൻ വരട്ടെ, സുവിശേഷ വിരോധികൾ തടയട്ടെ, ആ ദേശത്ത് ദൈവരാജ്യം ശക്തിയോടെ വളരുവാനിടയാകും. ഇതാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന എല്ലാ സുവിശേഷ ദാഹികളോടും, എല്ലാ ദൈവദാസന്മാരോടും, എല്ലാ സംഘടനാ നേതാക്കന്മാരും കാലുപിടിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, നമുക്കൊരുമിച്ച് ചേർന്ന് നിൽക്കാൻ. ദുഷ്ടതയെ പുറത്താക്കി, തിന്മയെ പുറത്താക്കി, വൈരാഗ്യങ്ങളെ പുറത്താക്കി, ഈഗോ പുറത്താക്കി, വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസം പുറത്താക്കി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കർത്താവ് ഈ സന്ദേശത്തിൽ കൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയം നല്ല പിതാവേ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പലതും തകർന്നുകൊണ്ടിരിക്കുന്നു. പുറമേ ഒരു ചട്ടക്കൂടിൽ പോകുമ്പോഴും അകമേ രാഷ്ട്രീയത്തിന്റെ വിത്തുകളെല്ലാം പാകിയിട്ട് പിശാചു പോയി കഴിഞ്ഞു. അത് മുളച്ച് കല്ലായി, പരസ്പരം വിദ്വേഷമായി, അത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോലെയായി, കർത്താവ് ജാതീയമായ ചിന്തകളായി തീർന്നു. പലവിധമാകുന്ന പ്രതിസന്ധികളിൽ കൂടെ സഭകൾ മുഴുവനും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സമയത്ത് ജാതികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവെ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികളിലേക്ക് പിശാച് ഞങ്ങളെ കർത്താവ് ഈ നമ്മുടെ ആത്മലോകത്തെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ, ദൈവ മഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമാന മഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഒരു വിമർശന ബുദ്ധിയോടുകൂടെ നിങ്ങൾ എടുക്കരുത്. വളരെ ആത്മഭാരത്തോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പങ്കിടുമ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യുവാൻ, ഏതെങ്കിലും ദൈവദാസന്മാർക്ക്, സംഘടനാ നേതാക്കന്മാർക്ക് ഷെയർ ചെയ്യുവാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അവരോട് പറയാൻ പറ്റുമെങ്കിൽ പറയുക. അവരെ ഒരുമിപ്പിക്കാൻ നിങ്ങളുടെ നാവുകൾ കൊണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്യുക. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മുടെ പ്രസ്ഥാനങ്ങൾ തകരരുത്. ദൈവരാജ്യം ഭാരതത്തിൽ ഉയരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.